സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. എളിമപ്പെട്ട് നിൽക്കണം, നിങ്ങൾ കൃപ കിട്ടുള്ളൂ. സ്ഥലത്ത് പറഞ്ഞ യേശുവേ നന്ദി. രണ്ടാമത്തെ കാര്യത്തിൽ 1 എളിമ, 2 അനുതാപം. ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കും. സ്ഥലത്ത് പറഞ്ഞ യേശുവേ നന്ദി. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. അനുതാപമുള്ള ഒരു ഹൃദയത്തിലേക്ക് മാത്രമേ ദൈവത്തിന് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? കൃപ കൊടുക്കും. അനുദപിക്കുക, അതായത് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തലം തെറ്റി പറ്റിപ്പോയി തിരിച്ചു വീണ്ടും വരിക. അനുദപിച്ചോണം. ചെയ്തു പോയ തെറ്റിനോർത്ത് വാവിട്ട് കയറണം. 1, 2, 3 ധ്യാനം കൂടിക്കണം. ശരിക്കും പ്രാർത്ഥിച്ച് അനുദപിച്ചു കഴിയുമ്പോൾ ദൈവം കൃപ കൊടുത്തിട്ട് നല്ല ജീവിത പങ്കാളിത്തം. ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റ് ചെയ്യുന്നതിന് പശ്ചാത്തപിക്കുക. പരമാവധി കള്ളത്തരത്തെ പശ്ചാത്തലം ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് ശിഷ്ടകാലം മുഴുവൻ കൊടുത്തുകൊള്ളാമെന്ന്, എന്റെ ജീവിതത്തിന്റെ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ കർത്താവിന് കൊടുത്തുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് അനുദപിക്കുക, കണ്ണുനീർ കൊടുക്കുക. അപ്പോൾ വീണ്ടും ദൈവം നമുക്ക് എന്ത് തരും? അത് കിട്ടണമെങ്കിൽ ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും ആ കൃപ കിട്ടണമെങ്കിൽ ശരിക്കും അനുതാപം ആവശ്യം. ശ്രദ്ധ പറഞ്ഞ യേശുവേ നന്ദി. ഒരു മദ്യപാനിയുടെ ഒരു പുകവലിക്കുന്ന വ്യക്തി, ആ വ്യക്തിയിൽ ആ പൈശാചിക ശക്തി വിട്ടുപോയിട്ട് ആ വ്യക്തിക്ക് അതിനോട് താല്പര്യമില്ലാത്ത ഒരു മാനസിക അവസ്ഥയിലോട്ട് എത്തുകയും അതില്ലാതെ ജീവിക്കുന്നതിലാണ് അദ്ദേഹം സന്തോഷം കണ്ടെത്തുകയും ചെയ്യണമെങ്കിൽ എന്ത് കിട്ടണം? പറഞ്ഞ ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം അദ്ദേഹത്തിന് കിട്ടണമെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ആൾക്ക് നന്നായ പശ്ചാത്താപം ഉണ്ടാകണം, ശരിയായ പശ്ചാത്താപം ഉണ്ടാകണം, ഉത്തമമായ മനസ്താപം ഉണ്ടാകണം, റൈറ്റ് കൺട്രീഷൻ ഉണ്ടാകണം. റൈറ്റ് കൺട്രീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ പശ്ചാത്താപം, പാപബോധം ഉണ്ടാകണം. കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ എല്ലാ തെറ്റുകളെയും ഓർത്ത് വളരെ ആത്മാർത്ഥതയുള്ള ദൈവ കണ്ണുനീരൊടുക്കിയുള്ള പശ്ചാത്താപത്തിന്റെ കുമസാരം ആ വ്യക്തിക്ക് ഉണ്ടാകണം. അപ്പോൾ ആ വ്യക്തിയുടെ മേൽ ദൈവം എന്ത് കൊടുക്കും? വീണ്ടും ആ വ്യക്തിക്ക് പല അഭിഷേകത്തേക്ക് വരാൻ സാധിക്കും. സ്വരപ്പെട്ട് പറഞ്ഞ യേശുവേ നന്ദി. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ 24-25 പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. എന്ന് വെച്ചാൽ അവസരമല്ല, കൃപ നൽകും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടെ എന്ത് കൊടുക്കും? ഉറക്കെ പറ, എന്ത് കൊടുക്കും? കൃപ കൊടുക്കും. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പശ്ചാത്തപിക്കുന്ന വ്യക്തിക്കാണ് കൃപ ലഭിക്കുക. സ്വരമെടുത്ത് പറഞ്ഞ് യേശുവേ നന്ദി. വീണ്ടും വെളിപാട് പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ ഈ സംഭവം വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. സ്വരമെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. അതൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അച്ഛൻ വായിക്കുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോണം. വെളിപാട് പുസ്തകം 2-ാം അധ്യായം എല്ലാവരും കേട്ടോണം. വളരെ ശ്രദ്ധിക്കും. വളരെ പവർഫുള്ളായ പരിശുദ്ധാത്മാവിന്റെ നിറയാനുള്ള വലിയ വചനം. എഫേസോസിലുള്ള സഭയുടെ ദൂതൻ എഴുതുക. വലത്ത് കൈയിൽ 7 നക്ഷത്രങ്ങൾ വഹിച്ചുകൊണ്ട് 7 സ്വർണ്ണ ദീപ പീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവർത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചു നിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരും നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ട് നീ ക്ഷീണിച്ചിട്ടില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിനക്ക് ആദ്യം ഉണ്ടായ സ്നേഹം നീ ഉപേക്ഷിച്ച് കളഞ്ഞു. അതുകൊണ്ട് അതിനാൽ നീ ഏത് അവസ്ഥയിൽ നിന്നാണോ നീ അധപ്പതിച്ചത് എന്ന് ഓർക്കുക, എന്ന് ചിന്തിക്കുക. അനുദപിച്ച ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യും. ഏത് അവസ്ഥയിൽ നിന്ന്, ഏത് സമയത്ത്, ഏത് അവസ്ഥയിൽ നീ അധപ്പതിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് എന്നാണ് നീ പാപത്തിന്റെ കൂട്ടുകെട്ടിലേക്ക് പോയത്? ഏത് കാരണത്താലാണ് നീ നിന്റെ അപ്പനെ വെറുത്തത്? ഏത് കാരണത്താലാണ് നീ നിന്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയത്? ഏത് സമയത്താണ് നീ ദൈവത്തിൽ നിന്ന് അകന്നത്? അത് ഓർക്കണം. നീ ഓർത്ത് കണ്ടുപിടിച്ചിട്ട് പശ്ചാത്തപിക്കണം. വാവിട്ട് കരഞ്ഞ് നീ അനുദപിച്ച് ഉപസാരിക്കണം. അപ്പോൾ നിനക്ക് എന്ത് കിട്ടും? എന്ത് കിട്ടും? കൃപ കിട്ടും. ശ്രമത്തിൽ യേശുവേ നന്ദി.
ഒരു യുവാവ് വന്നിട്ട് എന്നെ പറഞ്ഞു, വെച്ചാ ഞാൻ ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നു വെച്ചാൽ, എത്ര നോക്കിയിട്ട് നടക്കുന്നില്ല വെച്ചാൽ, എന്താ ഇതുപോലെ ബ്ലോക്ക്, ഞാൻ മടുത്തച്ചാ, ഞാൻ മടുത്തു. ഞാൻ പറഞ്ഞു ധ്യാനം കൂടി വെച്ചാ 2-3 ധ്യാനം കൂടി വെച്ചാ, എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല, കൃപ കിട്ടുന്നില്ല, സത്യം കൃപ കിട്ടുന്നില്ല. കാരണം എന്താ? അവനോട് ചോദിച്ചു, നിന്റെ കഴിഞ്ഞ കാല ജീവിതം പറ. ഒരുപാട് ജീവിതങ്ങളെ നശിപ്പിച്ചു, രഹസ്യമായി പ്രേമിപ്പിച്ച്, ആളുകളെ വശത്താക്കിയിട്ട്, ആളുകളെ കൂട്ടുകൂടിയിട്ട്, ഒരു ശരി 2-3 പ്രേമബന്ധങ്ങളിൽ പെട്ടതാണ്. പെട്ടിട്ട് അവൻ പ്രേമിച്ചു, സ്വന്തമാക്കി. അവൻ പറഞ്ഞു ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങളെല്ലാം നശിപ്പിച്ചു. എന്നിട്ട് ഇവൻ പറഞ്ഞു മദ്യപിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ ധ്യാനിക്കാൻ പോവുകയാണ്. ധ്യാനിക്കാൻ പാടും ധ്യാനിച്ചു. പക്ഷെ ധ്യാനാവസരത്തിൽ ഇവനൊന്നും അനുദപിച്ചിട്ടില്ല. ഇപ്പോഴും അവന്റെ ഉള്ളിൽ ഈ പാപം വെച്ചുകൊണ്ട് അവന് നടക്കുകയാണ്. ഉള്ളുകൊണ്ടാണ് ഇപ്പം വ്യഭിചാരം ചെയ്യുന്നത്. നേരിട്ടല്ല വ്യഭിചാരം ചെയ്യുന്നത്, മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യുക. മനസ്സുകൊണ്ടുള്ള വ്യഭിചാരത്തിൽ അവൻ അങ്ങ് മുഴുകി കഴിയുക. ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, നീ ജീവിതങ്ങളുടെ കണ്ണുനീര് ഒഴിച്ചില്ലേ? നീ കാരണം എത്ര ജീവിതങ്ങളെ കണ്ണുനീര് ഒടുക്കിയത്. എന്റെ പൊന്നുമോൻ പോയി മാപ്പ് പറ, കർത്താവിന് പോയി മാപ്പ് പറ, ശരിക്കും അനുദപിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? ചിലപ്പോൾ എനിക്ക് ആവശ്യമൊന്നുമില്ല, കൃപയുടെ ആവശ്യമില്ല. എന്റെ സ്വന്തം കഴിവ്, എന്റെ സ്വന്തം ബുദ്ധി, എന്റെ പഠനം, എന്റെ വിദ്യാഭ്യാസം, എന്റെ ഭാര്യയുടെ വിദ്യാഭ്യാസം, ജോലി കൊണ്ട് ഞാൻ എല്ലാം വാങ്ങിച്ചെടുക്കും. അതാണ് ബൈബിളിൽ പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമില്ല, പള്ളി പോകേണ്ട ആവശ്യമില്ല, ധ്യാനത്തിന്റെ ആവശ്യമില്ല, എനിക്ക് ഇതിനൊന്നും ആവശ്യമില്ല. അങ്ങനെ അല്ലാതെ എനിക്ക് വളർന്നല്ലോ, അല്ലാതെ ഞാൻ പറമ്പ് മേടിച്ചു, അല്ലാതെ ഞാൻ വീട് വെച്ചു, അല്ലാണ്ട് ഞാൻ ജോലി നേടി, അല്ലാതെ എനിക്ക് മക്കളെ വെച്ചു. അവരാണ് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ബൈബിള് പറയുക, ഇന്നല്ലേ നാളെ അവൻ താന്നു പോകും, താഴോട്ട് വീഴും, അവൻ താഴെ വീഴും, അവൻ അധപ്പതിക്കും, അവൾ അന്നത്തെ അധപ്പതിക്കും. തന്നെത്താൻ ഉയർത്തുന്നവൻ. അതാണ് തന്നെ കല്യാണം. ചിലരുണ്ട് ആരുടെ അപ്പന്റെ അമ്മയുടെ സ്നേഹവും അവരുടെ ഒന്നും അനുസരണമില്ല, സ്വന്തം ഇഷ്ടപ്രകാരം പോയി കല്യാണം നടത്തുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവളോ തന്നെ ചിന്തിക്കും. സ്വയം ഞാൻ തന്നെ എല്ലാം ചെയ്യും. ആരും എൻ്റെ ഒരു ദൈവത്തിന്റെ ആവശ്യം എനിക്കില്ല, ഒരു പ്രാർത്ഥന ആവശ്യമില്ല. നീ കഴിവുണ്ട്, നീ ബുദ്ധിയുണ്ട്, നീ പാരമ്പര്യമുണ്ട്, നീ പണമുണ്ട്, നീ കഴിവ് എല്ലാം ഉണ്ട്. ആരും എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട, നന്നായിട്ട് കയറി വരും എന്ന് പറയുന്ന ജീവിതങ്ങള്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. സ്വരപ്പെടുത്തപ്പെടും. യേശുവേ നന്ദി. ശബ്ദപ്പെടുത്തുന്ന ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ താഴ്ത്തിയവർ. അതുകൊണ്ടാണ് നിങ്ങൾ എളിമയോടെ നീ ശുശ്രൂഷിക്കാതെ ഇവിടെ എത്തിയത്. മുഴുവനും എളിമയുള്ള ഹൃദയങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ദൈവാസന, നിങ്ങൾക്ക് കൃപ കിട്ടാൻ പോവുക. മറ്റുള്ളവർ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അഭിഷേകം കിട്ടാൻ പോവുക. ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു, സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ പ്രാഗൽഭ്യത്തിലോ തന്റെ ഒന്നും കണ്ടില്ല, അസൂയോടെ ആരെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. എളിമ എന്ന ഒരേ ഒരു പുണ്യത്തിൽ നിങ്ങൾ അടിയുറച്ചു നിന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഉയർത്തും, തീർച്ചയായിട്ടും ഉയർത്തും. ശ്രമത്തിൽ പറഞ്ഞ് യേശുവേ നന്ദി. നമുക്ക് എഴുതിയിരിക്കാം, കർത്താവ് ഇടപെടാൻ പോവാം, ഭയങ്കരമായിട്ട് ഇടപെടാൻ പോവാം. എളിമയോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഭയങ്കരമായിട്ട് ഇടപെടും. കരങ്ങൾ ഉയർത്തി കർത്താവ് സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കട്ടെ. പാടാമോ? പോരാ, നന്നായിട്ട് എടുക്കട്ടെ. പോരാ, നാളെ വരുന്ന മഹിമയൊന്നായി നാളെ വരുന്ന മഹിമ
സന്തോഷിക്കുവിൻ കുഞ്ഞെ സന്തോഷിക്കുവിൻ, നിന്ദനത്തിൽ നീ സന്തോഷിക്കുവിൻ. പാടിക്കേ. അഭിഷേകം കിട്ടാൻ പോവാ. തലമുറയ്ക്കായിരിക്കാം. പാടിക്കേ. നാളെ വരുന്ന മഹിമയൊന്ന നിസ്സാരം. പണമോ നാളെ വരുന്ന ദേശമേ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും കുഞ്ഞെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ഉറക്കെ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാടിക്കേ. ദൈവമുയർത്തും നിന്നെ ദൈവമുയർത്തും. ഉയർത്തും മക്കളെ. നാളെ വരുന്ന മഹിമയൊന്ന നിസ്സാരമ. പഠിക്കേ. നാളെ വരുന്ന
ഒപ്പമില്ലയോ കുഞ്ഞേ, ഒപ്പമില്ലയോ സൗഖ്യദായകൻ യേശു, ഒപ്പമില്ലയോ സൗഖ്യദായകൻ യേശു. നാളെ വന്നിരുന്ന മഹിമയുടെ ഇന്നിൽ ദുഃഖങ്ങൾ നിസ്സാരമാ. നാളെ വരുന്ന മഹിമയുടെ ഇന്നിൽ ദുഃഖങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് സഹനങ്ങളുടെ നാളുകൾ പോകുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. ഈ സമയത്ത് നമുക്ക് ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, അനേക രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സമർപ്പിക്കാം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. Oh Lord, have mercy upon your beloved children all over the world. Lord, have mercy upon all the people of the world. Lord, shower your graces upon whole humanity, whole mankind, all nations. Lord Jesus, give them deliverance from all evil powers, from all bondages, from all evil influences. Lord, have mercy upon our children. Lord, have mercy upon every sinners. Lord, give them graces for repentance, for conversion. Lord, touch them and heal them. Lord, have mercy upon them. Lord, stick out your hands upon them. Touch them, O Lord. Give them deliverance from all evil powers. Have mercy upon them. Hallelujah. And the peace and love and protection. Hallelujah. 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 Yeshua, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. Mighty Lord, shower your blessings upon them. Hallelujah. Spirit of the Lord, pour out. Hallelujah. 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 The mighty Lord, immense upon them. Hallelujah. You are the only Lord and mighty Savior. You are the only God and mighty Savior. You are the only Deliverer. Hallelujah. Hallelujah. Lord Jesus, all the people are under darkness, under suffering, under difficult experience, under sin, and they need your help, O Lord. They need your help, O Lord. Hallelujah. 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 Lord, give them your hands, mighty hands. Before the Lord, bless them and deliverance to them. Yeshua, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവം ഉയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവം ഉയർത്തും. ദൈവമുയർത്തും, നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പഠിക്കേ. ദൈവമുയർത്തും, നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. പഠിക്കേ. പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടെങ്കിൽ ആകാശത്തോളം നിന്നെ ദൈവമുയർത്തും. ദൈവമുയർത്തും, നിന്നെ ദൈവമുയർത്തും. ആകാശത്തോളം